ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, നമ്മൾ കാണാൻ പോകുന്ന കസിൻസ് ആൻഡ് കല്യാണം എന്ന് പറയുന്ന മലയാളം വെബ് സീരീസിൻ്റെ എപ്പിസോഡ് 18 ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, കാണാത്തവർ തീർച്ചയായും കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നതിന് രണ്ട് കുടുംബക്കാർ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞ് അടിയുണ്ടാക്കുകയാണ്. ഒരു കുടുംബക്കാർ പറയുകയാണ് ഈ കല്യാണം ചർച്ചിൽ വെച്ച് മാത്രമേ നടത്തത്തുള്ളൂ. അടുത്ത കുടുംബക്കാർ പറയുകയാണ് കല്യാണം അമ്പലത്തിൽ വെച്ച് നടക്കത്തുള്ളൂ പറഞ്ഞ് രണ്ട് കുടുംബക്കാരും അടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പെണ്ണിൻ്റെ വീട്ടുകാർ പറയുകയാണ് എന്ത് സംഭവിച്ചാലും എൻ്റെ ചിറ്റപ്പന് ഒരു കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറയുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് ചിറ്റപ്പനും വരികയാണ്. ചിറ്റപ്പൻ അങ്ങോട്ട് വരുന്ന സമയത്തേക്ക് കല്യാണ പെണ്ണ് വന്ന് ചിറ്റപ്പനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ കരയുന്നുണ്ട് നമ്മുടെ ചിറ്റപ്പനും അവളോട് പറയുകയാണ് മോൾ ആഗ്രഹിച്ചാണ് കനി ഒരു കല്യാണം നടക്കുമെന്ന്. എന്നിട്ട് അവർ രണ്ട് കുടുംബക്കാരോടും പറയുകയാണ് കല്യാണം ചർച്ചിലോ അമ്പലത്തിലോ വെച്ചൊന്നും അല്ല, രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കും, അതും 50 ദിവസത്തിനുള്ളിൽ വെച്ച് തന്നെ നടക്കും അവരോട് എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചിറ്റപ്പൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ അശ്വതി നമ്മുടെ അടുത്ത് പറയുകയാണ് 4 വർഷം ശേഷം നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കാൻ പോവുകയാണെന്നും എല്ലാ കസിൻസും വീണ്ടും ഒരുമിക്കാൻ പോകുമെന്നും പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചന്തുവിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുകയാണ് ഇവൻ മാത്രമാണ് ഇപ്പോഴും തോൽവിയായിട്ട് നിൽക്കുന്നതെന്ന്. ഇപ്പം നമ്മുടെ ചന്തുവും പറയുകയാണ് ഞാൻ കാനഡയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു, എന്തൊക്കെയോ കാരണം കൊണ്ട് അത് പോകാൻ തടസ്സമായെന്നും അതുകൊണ്ട് തന്നെ ഞാനൊരു തോൽവിയാണെന്ന് പറയാൻ പറ്റുമെന്ന് നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ചന്തു ഇപ്പം നമ്മളോട് പറയുകയാണ് അശ്വതി എക്സാമിൽ ഫെയിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയുകയാണ്. അടുത്തതായി കാണിക്കുന്നത് സംസ്കൃതിയാണ്. അവളിപ്പോൾ ഒരു റിപ്പോർട്ടറാണ്. ഭൂമിദേവി വണങ്ങുന്നതിൻ്റെ ഭാഗമായി അവൾ ചെരുപ്പിടാതാണ് നടക്കുന്നതും. അടുത്തതായി കാണിക്കുന്നത് ദിയയാണ്. അവളിപ്പോൾ ഒരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മനു ട്രെയിനിൽ നിന്ന് ഇറങ്ങി മേഘയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ അവൾ ആരോടും മിണ്ടാതെ ഒരു മുറിൽ അടച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മനു എന്ത് പറഞ്ഞിട്ടും അവളൊന്നും തിരിച്ച് പറയുന്നില്ലായിരുന്നു. ഇപ്പം നമ്മുടെ മേഘയുടെ അച്ഛനും മനുവിനോട് പറയുകയാണ് ഞങ്ങൾ സെപ്പറേറ്റ് ആയതിനു ശേഷം അവൾ ആരോടും മിണ്ടാതെ ഒരു മുറിയിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു എന്നും ഈ ഒരു കല്യാണത്തിന് പോലും വരുന്നില്ലെന്നാണ് പറയുന്നതെന്ന് മനുവിനോട് പറയുകയാണ്. ഇത് കേട്ട നമ്മുടെ മനു മേഘയോട് പറയുകയാണ് നീ എന്തായാലും ആ ഒരു കല്യാണത്തിന് വരണമെന്ന് പറയുകയാണ്. ഇത് കേട്ട മേഘയും പറയുകയാണ് ഞാൻ വന്നിട്ട് എന്തിനാണെന്നും അവരെല്ലാവരും എൻ്റെ അടുത്ത് കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയുകയാണ്. ആ ഒരു സമയത്തേക്ക് നമ്മുടെ സനൂപണ്ണ മനുവിനെ വിളിക്കുകയാണ്. മനു ഇപ്പോൾ സനൂപണ്ണനോട് പറയുകയാണ് മേഘ അണ്ണൻ്റെ കല്യാണത്തിന് വരുന്നില്ലെന്ന്. ഇത് കേട്ട സനൂപണ്ണനും മേഘയോട് പറയുകയാണ് നീ വന്നാൽ മാത്രമേ ഞാൻ കാലി കെട്ടത്തുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മേഘ വരാമെന്ന് സമ്മതിക്കുകയാണ്. അടുത്ത സിനി കാണിക്കുന്ന നമ്മുടെ ദാസുമമ്മ അവിടെ ഉണ്ടായിരുന്ന റിലേറ്റീവ്സിനോട് എല്ലാവരോടും പറയുകയാണ് നമ്മുടെ സനൂപ് എൻ്റെ അടുത്ത് ഞാൻ വന്നാൽ മാത്രമേ താലി കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു കല്യാണത്തിൽ നിന്ന് വന്നതെന്ന് അവരോട് പറയുകയാണ്. ഇത് കേട്ട മറ്റുള്ളവർ നമ്മുടെ സനൂപണ്ണനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ അവരോട് ഈ ഒരു സെയിം ഡയലോഗ് പറഞ്ഞാണ് കല്യാണം വിളിച്ചിരുന്നത്. അങ്ങനെ ഇപ്പം നമ്മുടെ ദിയ ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. ദിയ ഇപ്പം അവിടെ ബാഗൊക്കെ എങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് വരുന്ന സമയത്ത് അവളുടെ കാല് സ്ലിപ്പായി വീരാൻ പോവുകയാണ്. അവളും വീരാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ മനു അവളെ കയറി പിടിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മേളിലുണ്ടായിരുന്ന ചന്തുവിൻ്റെ കൈ തട്ടി പൂവെല്ലാം അവരുടെ ദേഹത്തോട്ട് വീരുകയാണ്. ഇപ്പം നമ്മുടെ മനുവും ചന്തുവും കൂടെ വേലിയിൽ നിന്ന് ഓരോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് അശ്വതി അങ്ങോട്ട് വന്നിട്ട് അവരോട് പറയുകയാണ് സംസ്കൃതി വന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ട് അവരും അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ സംസ്കൃതി കയ്യിൽ ചെരുപ്പ് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. ഇത് കണ്ട് നമ്മുടെ ചന്തുവും അവളോട് പറയുകയാണ് ഇവിടെ പിള്ളേരൊക്കെ മൂത്രമൊഴിച്ച് വെച്ചതാണെന്ന് മര്യാദയ്ക്ക് ചെരുപ്പിടാൻ. ഇത് കേട്ട നമ്മുടെ സംസ്കൃതിയും പെട്ടെന്ന് തന്നെ ചെരുപ്പിടിക്കുകയാണ്. ആ ഒരു സമയത്തേക്ക് അവിടേക്ക് ഒരു കാറ് വരികയാണ്. ഈ ഒരു കാറ് കണ്ട ഉടനെ തന്നെ നമ്മുടെ മനു ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. ഗൈസ്, അതോടുകൂടി ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്.